ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കോട്ടയം ജില്ലയിൽ. കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പുലർച്ചയോടുകൂടിയാണ് ആ മഴയ്ക്ക് അല്പം ഒരു തീവ്രതയിൽ കുറവുണ്ടായത്. പക്ഷേ ഇപ്പോഴും വീണ്ടും പലയിടങ്ങളിലുമൊക്കെ തന്നെ മഴ ശക്തമായി തന്നെ പെയ്യുന്നുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വട്ടമൂടാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ നമ്മൾ വരുന്ന സമയത്തൊന്നും തന്നെ ഈ റോഡിലൊന്നും തന്നെ വെള്ളമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ മഴ വെള്ളം അല്പം കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഒരാൾ പൊക്കത്തിന് അടുപ്പിച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ അതിരൂക്ഷമായ അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ വീട്ടിനുള്ളിൽ പലരും അകപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും തന്നെ വെള്ളം കയറാൻ അങ്ങനെ 2018 പോലും ഈ തരത്തിൽ വെള്ളം കയറാത്ത പ്രദേശങ്ങളാണ്. 2018 ഈ തരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ 2018 ഏകദേശം ഇതിലും കുറച്ചുകൂടെ വെള്ളം വന്നിട്ടുള്ളൂ. 19 ശേഷം ആദ്യമായിട്ട് ഇത്രയും വെള്ളം വരുന്നത്. 19 ശേഷം 5-6 വർഷമായിട്ട് ഇത്രയും വെള്ളം വന്നിട്ടില്ല. ഇപ്പോൾ കോൾ എവിടെ നടന്നു? ഞങ്ങൾ കോട്ടയം ഫയർ സ്റ്റേഷനിലാണ്. ഇത് ഈ സമയത്ത് തന്നെ ആൾക്കാർ വീട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. നല്ല വെള്ളം ഉയർന്നുകൊണ്ടിരിക്കും. 5-6 പേരുണ്ടെന്നാണ് പറഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ്. ഇവരാണ് ഇത്തരത്തിൽ നാട്ടുകാരും ഉൾപ്പെടെ ഈ സംഘത്തിനൊപ്പമുണ്ട്. അവർക്കാണ് ഈ പ്രദേശം കൂടുതലൊക്കെ അറിയാവുന്നത്. എന്തായാലും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളം അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഭാഗത്തേക്ക് വെള്ളം കയറുകയാണ്. കാരണം മീനച്ചിലാറിലെയും ഒക്കെ തന്നെ ജലനിരപ്പൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി അതിശക്തമായ മഴ കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ ഉണ്ടായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വെള്ളം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. കോട്ടയത്ത് പല മേഖലകളിലും ഇതാണോ അവസ്ഥ? വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണോ? തീർച്ചയായും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഈ പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളം, ആ വെള്ളം കിഴക്കൻ വെള്ളം ഈ പടിഞ്ഞാറൻ മേഖലകളിലേക്കും കോട്ടയത്തിൻ്റെ നഗരമേഖലകളിലുമൊക്കെ എത്തുന്നത് ഇപ്പോഴാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആ വെള്ളം എത്തിയത്. അതിനൊപ്പം തന്നെ ഇന്നലെ രാത്രിയും കനത്ത മഴയുണ്ടായിരുന്നു. സ്വാഭാവികമായും 2 ദിവസം മുൻപുണ്ടായിരുന്ന ആ വെള്ളം മീനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയും ഒക്കെ ഒഴുകി ഇവിടെ എത്തുന്നു. അതിനൊപ്പം തന്നെ ഈ വെള്ളം കൂടി എത്തുന്ന സമയത്ത് അതിശക്തമായ രീതിയിലൊരു വെള്ളക്കെട്ട് വെള്ളപ്പൊക്കമൊക്കെ തന്നെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നല്ല മഴയായിരുന്നു ഇന്നലെ. നല്ല മഴയായിരുന്നു. നിലമിളക്കുന്നൊരു മഴയായിരുന്നു. മഴ കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും മഴ ഇതുകൊണ്ടിരിക്കുക. 18 അവസ്ഥയായി. ഇപ്പം 18 അവസ്ഥയായി. നിങ്ങളിപ്പോൾ ഈ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം വീടുകളിൽ സഹായിച്ച് എല്ലാ സാധനങ്ങളെല്ലാം മുക്കി വെച്ച് നിൽക്കുക. എല്ലാ വീടുകളിലും കയറി നമുക്ക് സഹായമുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി. നമുക്ക് താഴ്ന്ന പറഞ്ഞ എല്ലാ വീടുകളിലും വെള്ളം കയറി. എന്തായാലും രൂക്ഷമായൊരു സാഹചര്യമാണ് കോട്ടയത്തെ സംബന്ധിച്ച്. മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ആ തീരത്തെ എല്ലായിടത്തും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും നമുക്ക് തന്നെ ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായി ഇതിൽ കോൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നോ? രാവിലെ വേറെ ഇതുണ്ടായിരുന്നോ? ഈ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. 2 പേരെ വിളിച്ചിരിക്കുന്നത്. ഇനി ആൾക്കാർ ഉണ്ടാവാൻ സംശയമുണ്ട്. കാരണം ഇപ്പം വെളുപ്പിനല്ലേ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. അവരുടെ അറിയില്ല. നമുക്ക് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ. രാവിലെ വേറെ അങ്ങനെ കോളില്ലായിരുന്നു. രാവിലെ കോളൊന്നും ഇല്ലായിരുന്നു. ചേട്ടാ അങ്ങോട്ട് മഴ ഉണ്ടോ? കേട്ടാ വെള്ളം ആണോ? ഒരാൾ പൊക്കത്ത് അടുപ്പിച്ച് വെള്ളമുണ്ട് എന്നാണ് നമുക്ക് ഈ ചേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വേറെ ആരെയും കുടുങ്ങിക്കിടക്കുന്നവർക്ക് കടന്നു പോകുന്നതും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എവിടെയൊക്കെയാണ് താഴ്ച കൂടുതലുള്ളതെന്ന് അറിയില്ലല്ലോ. എല്ലാം മാറി താമസിച്ചിട്ടുണ്ട്. പിന്നെ കുറെ പേരൊക്കെ ഉള്ളു. അവിടെ ഒന്നും കയറിയിട്ടില്ല. വെള്ളം ജസ്റ്റ് ഇങ്ങനെ കയറാൻ നിൽക്കുക. രാത്രി ഇതൊഴി പോകുന്ന സമയത്തൊന്നും വെള്ളം ഇല്ലായിരുന്നു. ഇപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞാൽ വെള്ളം വന്നു. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാരണം ഇന്നലെ രാത്രി ഇതുവഴി പോകുന്ന സമയത്തൊന്നും തന്നെ റോഡ് കാണാമായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം എന്ന് പറയുന്നത്. വേറെ വിളിക്കുന്നുണ്ടല്ലേ? ഈ വിളിച്ച ആളുകൾ 2 പേരാണ് അവിടെ നിന്ന് ഫയർഫോഴ്സിലേക്ക് വിളിച്ചതെന്നാണ് ഈ ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ വിളിക്കുന്ന ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഈ അവിടെയുള്ള ഒരുപക്ഷെ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ആകാം ഇത്തരത്തിൽ നിലവിളിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇതാണ് അവസ്ഥ. കോട്ടയത്തിൻ്റെ വിജയപുരം പഞ്ചായത്തിൽ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ റെസ്ക്യൂ നടക്കുന്നുണ്ട് എന്നാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ പാലാ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അതായത് മീനച്ചിലാറിനെ മണിമലയാറിനും ഒക്കെ തന്നെ ജലനിരപ്പ് അല്പം ഒന്ന് കുറഞ്ഞു വന്നതാണ്. ഈ ഉരുൾപൊട്ടലൊക്കെ തന്നെ അതിൻ്റെ ജലനിരപ്പ് കുറഞ്ഞു വന്നതാണ്. പക്ഷേ വീണ്ടും ഇന്നലെ രാത്രി മഴ കനത്തോടുകൂടി പ്രശ്നം ഗുരുതരമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലായിൽ പലയിടങ്ങളിലുമൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. മൂന്നാനി ഭാഗത്ത് മുത്തോലി ഭാഗങ്ങളിലൊക്കെ തന്നെ മഴ പ്രശ്നം രൂക്ഷമായിട്ടുണ്ട്. വെള്ളക്കെട്ട് അതിപ്രശ്നമായി മാറിയിട്ടുണ്ട്.